60 ദിവസം പ്രായമുള്ള ഈ വെളുത്തുള്ളി ചെടി നോക്കൂ, അത് ശ്രദ്ധേയമായി വളർന്നിരിക്കുന്നു. വേര് വ്യവസ്ഥയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാൽ ഇത് കരുത്തുറ്റതും ആരോഗ്യകരവുമാണ്. കേടുപാടുകളുടെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അഭിമാന് ഉപയോഗിച്ചതിനുശേഷം സസ്യങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ പുരോഗതി ഞാൻ ശ്രദ്ധിച്ചു. അവ ശക്തിയോടെ വളരുന്നു, വളരെ ആരോഗ്യവാനായി കാണപ്പെടുന്നു. സസ്യങ്ങൾ മികച്ച വളർച്ച പ്രകടമാക്കുന്നു. അഭിമാന് എനിക്ക് വലിയ സംതൃപ്തി നൽകുന്ന ഒരു ഉൽപ്പന്നമാണ്. തണ്ടുകൾ വളരെ ശക്തമായി, വെളുത്തുള്ളി ചെടികൾ ആരോഗ്യകരമായ രീതിയിൽ വളരുന്നു. ആശംസകള്. എന്റെ പേര് ശിവകുമാര്. ഞാന് തമിഴ്നാട്ടിൽ നിന്നുള്ളയാളാണ്. കർണാടകയിലെ ചാമരാജനഗര ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലെ മംഗള ഗ്രാമത്തില് ഏകദേശം 5 ഏക്കർ സ്ഥലത്ത് ഞാന് കൃഷി ചെയ്യുന്നു. ഈ 5 ഏക്കർ സ്ഥലത്ത് വെളുത്തുള്ളി, ഇഞ്ചി, കാബേജ്, കൈബക്ക എന്നിവ ഉൾപ്പെടെ വിവിധ പച്ചക്കറി വിളകള് ഞാന് കൃഷി ചെയ്യുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, കൈബക്ക എന്നിവയാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും സാധാരണയായി കൃഷി ചെയ്യുന്ന വിളകള്. ഞങ്ങള് വർഷത്തില് 2 തവണ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നു. ഞാന് ഇപ്പോൾ നട്ടുപിടിപ്പിച്ച വെളുത്തുള്ളി വിള 60 ദിവസം പ്രായമായതാണ്. ഏകദേശം 30 ദിവസത്തിനുള്ളിൽ ഇത് വിളവെടുപ്പിന് തയ്യാറാകും. ഈ സമയത്താണ് ഫേസ്ബുക്കിൽ APKSന്റെ ഒരു പരസ്യം കണ്ടത്. അത് കണ്ടപ്പോൾ ജൈവകൃഷി രീതികൾ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പ്രദേശത്ത് രാസവസ്തുക്കളുടെ തുടർച്ചയായ ഉപയോഗം മണ്ണിനെ കഠിനമാക്കുകയും അതിന്റെ സ്വാഭാവിക സ്വഭാവസവിശേഷതകൾ മാറ്റുകയും ചെയ്തു. ജൈവകൃഷിയിലേക്ക് മാറാൻ പ്രേരിതനായി ആദ്യമായി അഭിമാൻ ഉൽപ്പന്നം ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. അഭിമാൻ ഉപയോഗിച്ചതിനുശേഷം സസ്യങ്ങളുടെ വളർച്ചയിൽ ഗണ്യമായ പുരോഗതി ഞാൻ ശ്രദ്ധിച്ചു. അവ ശക്തിയോടെ വളരുന്നു, വളരെ ആരോഗ്യവാനായി കാണപ്പെടുന്നു. സസ്യങ്ങൾ മികച്ച വികസനം പ്രകടമാക്കുന്നു. എനിക്ക് വലിയ സംതൃപ്തി നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് അഭിമാൻ. അഭിമാൻ സംബന്ധിച്ച് ഞാൻ അത് ഭാരലിന് 2 ലിറ്റർ എന്ന അനുപാതത്തിൽ കലർത്തി 1 ഏക്കർ വെളുത്തുള്ളി കൃഷിക്ക് ഞാൻ ആകെ 5 ലിറ്റർ ഉപയോഗിച്ചു. ഇത് ഉപയോഗിച്ചതിന് ശേഷം മികച്ച വേരുകളുടെ വികസനം ഞാൻ നിരീക്ഷിച്ചു. മുമ്പ് വളർച്ച മുരടിച്ച പ്രദേശങ്ങളിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടായി. വെളുത്തുള്ളി നട്ട് 30 ദിവസത്തിനു ശേഷമാണ് ഞാൻ APKS കമ്പനിയുമായി ബന്ധപ്പെട്ടത്, അതായത് ഞാൻ അഭിമാൻ വാങ്ങി പ്രയോഗിച്ചത്. അതിന്റെ പ്രയോഗത്തെ തുടർന്ന് സസ്യങ്ങൾ നന്നായി വളരുക മാത്രമല്ല, മണ്ണ് മുമ്പത്തേക്കാൾ മൃദുവായതായും ഞാൻ ശ്രദ്ധിച്ചു. അഭിമാൻ ഉപയോഗിച്ച് ഏകദേശം 20 ദിവസത്തിനു ശേഷം ഞാൻ ഓർബിക്സ് ഉൽപ്പന്നം ഉപയോഗിക്കാൻ തുടങ്ങി. ഓർബിക്സിനും ഞാൻ അത് ഭാരലിന് 2 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഏക്കറിന് ആകെ 5 ലിറ്റർ ഉപയോഗിച്ചു. ഓർബിക്സ് പ്രയോഗിക്കുന്നതിനു മുമ്പ് മണ്ണ് നന്നായി നനയ്ക്കാൻ നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് ഞാൻ വയലിൽ നനച്ചു. തുടർന്ന് ഞാൻ മിശ്രിതം പ്രയോഗിച്ചു. അത് വയലിന്റെ എല്ലാ ഭാഗത്തും ഫലപ്രദമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കി. അതിനുശേഷം തണ്ടുകൾ ഗണ്യമായി ശക്തിപ്പെട്ടു. വെളുത്തുള്ളി ചെടികൾ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ വളർച്ച കാണിക്കുന്നു. അഭിമാൻ, ഓർബിക്സ് എന്നിവ ഉപയോഗിച്ചതിനുശേഷം മുഴുവൻ വയലിലുടനീളമുള്ള സസ്യങ്ങൾ ഏകീകൃത വളർച്ച കാണിക്കുന്നു. രാസ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അളവ് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് അമിതമായ അളവ് ലഭിച്ചാൽ ചിലപ്പോൾ വിളകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. എന്നിരുന്നാലും ഈ രീതിയിൽ എനിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. കൃഷിയിടത്തിലുടനീളം സ്ഥിരവും ഏകീകൃതവുമായ വളർച്ചയുണ്ട്. 60 ദിവസം പ്രായമുള്ള ഈ വെളുത്തുള്ളി ചെടി നോക്കൂ, അത് ശ്രദ്ധേയമായി വളർന്നിരിക്കുന്നു. വേര് വ്യവസ്ഥയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. ഇത് മികച്ച രീതിയിൽ വികസിച്ചിരിക്കുന്നു, ശക്തവും കേടുപാടുകളില്ലാത്തതുമാണ്. വേരുകൾ ശക്തമായ വളർച്ചയും സ്ഥിരതയും പ്രകടമാക്കുന്നു. ഏകദേശം 8 വർഷമായി ഞാൻ ഈ പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. പക്ഷേ ഈ വർഷം വെളുത്തുള്ളി ചെടികളുടെയും അവയുടെ വേര് വ്യവസ്ഥകളുടെയും വളർച്ച എനിക്ക് വലിയ സംതൃപ്തി നൽകി. 60 ദിവസം പ്രായമുള്ള വെളുത്തുള്ളിയാണിത്. 30 ദിവസത്തിനു ശേഷം വളർച്ച കൂടുതൽ മികച്ചതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിപരമായി അഭിമാനും ഓർബിക്സും ഉപയോഗിച്ചതിൽ എനിക്ക് നല്ല അനുഭവമുണ്ട്. സസ്യങ്ങളുടെ സ്ഥിരമായ വളർച്ചയും വേര് വ്യവസ്ഥകളുടെ വികാസവും എനിക്ക് വലിയ സംതൃപ്തി നൽകി. ഈ രീതിയിലൂടെ നേടിയെടുത്ത വളർച്ച ഭാവിയിലെ കൃഷിചക്രങ്ങളിൽ കൂടുതൽ ഉറപ്പോടെ ജൈവകൃഷി പിന്തുടരാനുള്ള ആത്മവിശ്വാസം എന്നിൽ പകർന്നു.